ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. മതിലകം ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് പൂവത്തുംകടവിൽ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വാർഡ് തല ശുചിത്വ പ്രഖ്യാപനം നടത്തി. SM പുരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സച്ചിദാനന്ദൻ പ്രഖ്യാപനം നടത്തി. ചടങ്ങിൽ വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സണുമായ സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിറ്റി കൗൺസിലർ നാജിയ KA മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തി. പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജലി, GLP AS പ്രധാന അധ്യാപിക ഷാർലറ്റ്, അംഗനവാടി ടീച്ചർ പ്രമീള എന്നിവർ സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറയും. മറ്റൊന്ന്, നമ്മുടെ അധ്യാപകർ അവരെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മക്കളോടുള്ള ദേഷ്യം കൊണ്ടല്ല, അവർ നന്നാവാനായിരിക്കും. ഒരു സംശയമല്ല കാര്യം. പണ്ടത്തെ അധ്യാപകർ ഇപ്പോഴത്തെ അധ്യാപകർ വ്യത്യസ്തരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല, അവർ നന്നാവാനായിട്ടാണ്. അല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു അധ്യാപകരും നമ്മുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ശത്രുക്കളായി കാണാറില്ല. അവരുടെ ചെറിയ തെറ്റുകൾ ശിക്ഷിക്കപ്പെടുമ്പോൾ തന്നെയാണ്, അല്ലെങ്കിൽ തല്ലാണ്ട ഉപദേശിച്ച് നന്നാക്കാനെങ്കിലും നമുക്ക് അധ്യാപകർക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രമേ ഒരു സമൂഹം നന്നാവുള്ളൂ. വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ മക്കളെ നോക്കേണ്ടത്, കൃത്യമായും വൈകുന്നേരങ്ങളിൽ അവരുടെ ബാഗുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ സ്വഭാവ മാറ്റങ്ങൾ, ഇതുവരെ ഉണ്ടായിരുന്ന ആ അമ്മ എന്നുള്ള വിളിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സംശയിക്കണം, അല്ലെങ്കിൽ അവളെ സംശയിക്കണം. ഒരിക്കലും പെൺകുട്ടികളെ നിങ്ങൾ നിരീക്ഷിക്കാതിരിക്കേണ്ട കേട്ടോ. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെക്കാൾ അധികം പെൺകുട്ടികളാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. അവരറിഞ്ഞുകൊണ്ടല്ല, ഒരു മിഠായിയിലൂടെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കൊടുക്കുന്ന ഏതെങ്കിലും ചെറിയൊരു സോഫ്റ്റ് ഡ്രിങ്ക് ആയിരിക്കാം